ചേട്ടാ നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാമത്തെ ടേമിലെ ആദ്യത്തെ ബഡ്ജറ്റ് പുറത്തു വന്നു കഴിഞ്ഞു. നിർമ്മലാ സീതാരാമൻ എന്ന് പറയുന്ന ധനമന്ത്രിയുടെ ഏഴാമത്തെ ബഡ്ജറ്റാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഈ ബഡ്ജറ്റ് പൊള്ളയായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആണെന്നാണ് പ്രതിപക്ഷത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള നൈസർഗികമായിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് ഇത് നരേന്ദ്രമോദിയുടെ കസേര സംരക്ഷിക്കാനുള്ള ഒരു ബഡ്ജറ്റ് ആയിരുന്നു എന്നാണ്. പക്ഷേ പ്രതിപക്ഷത്തിന് ബി.ജെ.പി കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഇത് പ്രതിപക്ഷത്തിന്റെ കസേര സംരക്ഷിക്കാനുള്ള ബഡ്ജറ്റ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ കസേര സംരക്ഷിക്കാനാണ് എന്നാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ബഡ്ജറ്റിന് നേരെ ഉയരുന്ന വ്യാപകമായിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത് ബീഹാറിനും ആന്ധ്രയ്ക്കും വേണ്ടി മാത്രമുള്ള ഒരു ബഡ്ജറ്റാണ് ഇതെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഈ ബഡ്ജറ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ വികസനോന്മുഖമായിട്ടുള്ള പല പദ്ധതികളും ദൂരെ, അതായത് ലോങ് ടേം പ്ലാൻസ് ആയിട്ട് നരേന്ദ്രമോദി സർക്കാർ വിത്തുപാകിയിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. കഴിഞ്ഞ തവണ നരേന്ദ്രമോദി സർക്കാർ നേരിട്ടിരുന്ന ഈ പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന ഒരു സംഭവമാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്ന സാധനം. ഈ തൊഴിലില്ലായ്മയെ സമഗ്രമായി നേരിടാനുള്ള പദ്ധതികൾ ഈ ബഡ്ജറ്റിനകത്ത് വലിയ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. 5 വർഷം കൊണ്ട് 4 കോടി യുവാക്കൾക്ക് ജോലി നൽകാനായി 2 ലക്ഷം കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നതെന്നാണ് ഒന്നാമത്തെ കാര്യം. നൈപുണ്യ വികസനത്തിനായി 1.48 ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ വായ്പ, അതായത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ ബഡ്ജറ്റിൽ സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് 5 ലക്ഷത്തിൽ നിന്നും 10 ലക്ഷമായിട്ട് വിദ്യാഭ്യാസ വായ്പ ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, അതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ, അതായത് യുവാക്കൾക്ക് ആദ്യ ശമ്പളം സർക്കാർ നൽകും എന്ന് പറഞ്ഞാൽ യുവാക്കൾക്ക് 10 ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പ നൽകുന്നത് കൂടാതെ ഈ യുവാക്കൾക്ക് 500-ലധികം കമ്പനികളിൽ, അത് എത്ര യുവാക്കൾക്കാണ്, 1 കോടി യുവാക്കൾക്ക് 500-ലധികം, ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളിലായിരുന്നാലും അല്ലാത്ത കമ്പനികളിലായിരുന്നാലും ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ 3 മാസം 5,000 വെച്ചിട്ട് 3 മാസം അങ്ങനെ 15,000 രൂപ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ സർക്കാർ പൈസ നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു വളരെ ലോങ് ടേം ആയിട്ട് സർക്കാർ നടത്തുന്ന ഒരു ബഡ്ജറ്റിന്റെ ഒരു വലിയൊരു പ്രഖ്യാപനം. പിന്നെ ഫാമിംഗ് സെക്ടർ ഡെവലപ്മെന്റിന് 2.5 ലക്ഷം കോടി രൂപ വെച്ചിട്ടുണ്ട്. അത് തന്നെ വിമർശകർ പോലും പറയുന്നത് ഈ 2.5 ലക്ഷം കോടി രൂപ നേരത്തെ വെച്ചതെല്ലാം വെള്ളത്തിൽ വലിച്ച വല പോലെ പോയിട്ടുണ്ടെങ്കിലും ഈ 2.5 ലക്ഷം കോടി രൂപ വച്ചിരിക്കുന്നത് അത് നടപ്പിലാക്കാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമായിട്ട് കൃത്യമായി അടയ്ക്കുന്ന ആൾക്കാർക്ക് മുദ്രാ ലോണിന്റെ പരിധി ഉയർത്തിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ ഗംഭീരമായിട്ടുള്ള പദ്ധതികൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എങ്കിലും ഇവർ പറയുന്നത് ഇത് പൊള്ളയായിട്ടുള്ള ബഡ്ജറ്റാണ്. അപ്പൊ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം, കഴിഞ്ഞ ദിവസം നമ്മുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു, അറിയാലോ, നമ്മുടെ റിപ്പോർട്ടർ ടിവിയിൽ നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ, അരുൺ കുമാർ, നികേഷ് ഇപ്പൊ ഇല്ല, നികേഷ് പുറത്തു പോയി, പിന്നെ സുജയ പാർവതി, സ്മൃതി പൽത്തിക്കാട് എല്ലാവരും കൂടെ ചെന്ന് കടിപിടി കൂടുന്ന ഒരു പരിപാടിയാണ് ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ മീറ്റ് ദ എഡിറ്റേഴ്സിൽ നിരന്തരം ബി.ജെ.പിക്ക് എതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന, ബി.ജെ.പിക്ക് എതിരെ നമ്മൾ പറയേണ്ട, അദ്ദേഹത്തിന്റെ മാധ്യമത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലിരിക്കുന്ന അദ്ദേഹം പറയുന്നത്, ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വളരെ കൂലങ്കഷമായിട്ടുള്ള വിമർശനമാണ്. പക്ഷെ പൊള്ളയായിട്ടുള്ള വിമർശനമാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് മനസ്സിലാവും, ചേട്ടന് മനസ്സിലാവും, പക്ഷെ ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. അദ്ദേഹം പറയുന്നത് ലോകത്തെ 3ാമത്തെ സമ്പദ്ശക്തിയായി ഉയരും എന്ന് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി വന്നത്. 400 സീറ്റ് നേടുമെന്ന് പറഞ്ഞു, പക്ഷെ 400 സീറ്റ് നേടിയില്ല. വന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു മുന്നണി സർക്കാരാണ് രംഗത്തെത്തിയത് എന്ന് പറയുന്നു. അവിടെ തന്നെ പോയി. കാരണം കഴിഞ്ഞ തവണയും മുന്നണി സർക്കാർ തന്നെയായിരുന്നു, ഇവരാണത് ബി.ജെ.പി സർക്കാരാണെന്ന് പറഞ്ഞു വരുത്തിയത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ദുർബലമായിട്ടുള്ള സർക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ നേർസാക്ഷ്യമാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നു. അതിന് ഇവർ പറയാനുള്ള ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ബീഹാറിനും ആന്ധ്രയ്ക്കും മാത്രമാണ് ഇവർ ഇതിൽ പല തുകകളും അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ബിജുചേട്ടൻ വളരെ ലളിതമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇയാളുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബീഹാറിന് എന്തുകൊണ്ട് ഇത്രയധികം പ്രാധാന്യം കൊടുത്തു, ആന്ധ്രയ്ക്ക് എന്തുകൊണ്ട് ഇത്രയധികം പ്രാധാന്യം കൊടുത്തു നരേന്ദ്രമോദി സർക്കാർ? ഈ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് പോലെ നരേന്ദ്രമോദി സർക്കാർ ഈ 2 മുന്നണികളുടെയും, അതായത് ബീഹാറിലെ നിതീഷ് കുമാറിനും ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിനും കീഴടങ്ങിയതിന്റെ ലക്ഷണമാണോ ഈ കാണുന്നത്? ഇതാണ് ആദ്യത്തെ ചോദ്യം. ധനുഷ്, അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു വലിയ പോയിന്റ് ഉണ്ട്. കാരണം നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം NDA ആണ് 2014-ലും 2019-ലും ഒക്കെ കേന്ദ്രം ഭരിച്ചതെങ്കിൽ പോലും നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം യഥാർത്ഥ കൂട്ടുകക്ഷി ഭരണത്തിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അതുണ്ടായിട്ടില്ല. 2014-ലും ബി.ജെ.പിക്ക് ഒരു വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, അവരുടെയും സഹായം ഉണ്ടായിരുന്നു. പക്ഷെ NDA മുന്നണിയായിരുന്നു. 2019-ലും അദ്ദേഹത്തിന് ആരുടെയും സഹായം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അദ്ദേഹത്തിന് ഈ ഘടകകക്ഷിയുടെ സഹായം വേണം. നമ്മുടെ ഈ രാഷ്ട്രീയ രംഗത്തുള്ള നിരീക്ഷകരും മറ്റും തുടക്കത്തിലേ പറഞ്ഞത് മോദി എങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്യും എന്നൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം ഇതുവരെ അങ്ങനെ ഈ ഒറ്റയാനായിരുന്നു. അതായത് ഒരു 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 സിംഹം പോലെ മുമ്പോട്ട് പോയിരുന്ന വ്യക്തി, ഒരു വനത്തിൽ. ഇപ്പോൾ അദ്ദേഹത്തിന് മറ്റുള്ള ഘടകകക്ഷികളെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊരു ചോദ്യം. ഇപ്പൊ നമ്മുടെ ഘടകകക്ഷി പറഞ്ഞ കൂട്ടുകക്ഷി പറഞ്ഞത് ഇന്ത്യയിൽ ഇത് ആദ്യമൊന്നുമല്ല. വാജ്പേയി ഒക്കെ ഭരിക്കുമ്പോൾ
28 ഘടകകക്ഷികളെ കൂട്ടിക്കെട്ടിയാ പോകുന്നത്. അതൊരു പ്രത്യേക ടാക്ടീസ് ആണ്. മീൻസ് ഒരു വലിയ ഞാണുമ്മ കളിയാണ് ആ സാധനം. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട്. പക്ഷെ BJP-യില് ഇപ്പൊ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇത് പുതുമയുള്ള ഒരു കാര്യമാണ് ഈ എന്താ ഘടകകക്ഷി. പിന്നെ അത് അതൊരു ഘടക കൂട്ടിക്കൊണ്ട് അപ്പൊ ഇതൊരു വലിയ ഡൗട്ട് ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് ഇങ്ങനെ പറ്റുമോ? കാരണം ഈ നരേന്ദ്രമോദി സംബന്ധിച്ച് ഒരു കടുംപിടുത്തത്തിലൊക്കെ പോവുകയും നിലപാടെടുത്ത് അതിൽ ഉറച്ചു നിൽക്കുകയും ഇനിയിപ്പം കൊടുങ്കാറ്റടിച്ചാലും മാറാത്ത ഒരു വ്യക്തിയൊക്കെയാണ്. അതിലൊന്നും ഇതുവരെ മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷെ ഇന്നലത്തെ ബഡ്ജറ്റ് 62 പേജുള്ള ഒരു ബഡ്ജറ്റ് പ്രസംഗമാണ് നിർമ്മലാ സീതാരാമൻ വായിക്കുന്നത്. ആ ബഡ്ജറ്റിൽ ഉടനീളം ഘടകകക്ഷികൾക്ക് കൃത്യമായി ഒരു സന്ദേശം നൽകുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. പക്ഷെ അവിടെ ആ സന്ദേശം നൽകുമ്പോഴും അവർ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അത് ക്ലിയർ ആണ്. അതായത് ഞാന് ധനുഷിന് 100 രൂപ തരാനുണ്ട്, എനിക്ക് ധനുഷില്ലാതെ പോകാൻ പറ്റും. ഞാൻ 100 രൂപ തരാനുള്ളതാണ്, പണ്ട് പോലെ തരാനുള്ളതാണ്. എനിക്ക് ധനുഷില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. എപ്പോഴായാലും ഞാൻ ഈ 100 രൂപ തരണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് കുറച്ചെങ്കിലും തന്നേ പറ്റൂ. അത് നമ്മൾ നോക്കുമ്പോൾ, ആ രീതി നോക്കുമ്പോൾ അത് ശരിയായ രീതിയാണ് മോദി ചെയ്തത് എന്ന് പറയേണ്ടി വരും ബീഹാറിനോട്. ഞാൻ അതിന്റെ കാര്യത്തിലേക്ക് വരാം. അത് ഈ പലർക്കും സംശയമുണ്ട്, ഈ നായിഡുവും പിന്നെ നിതീഷ് കുമാറൊക്കെ പ്രഷർ ചെലുത്തിയിട്ടാണോ ഈ തുക വാങ്ങിച്ചതെന്നുള്ളത്. ശരിക്കും പറഞ്ഞാല് മോദിയല്ല, സീതാറാം യെച്ചൂരി കേന്ദ്രം ഭരിച്ചാലും നാളെ ഇനി നമ്മുടെ ദേവേന്ദ്രൻ കേന്ദ്രം ഭരിച്ചാലും ഈ പൈസ കൊടുത്തേ പറ്റൂ, അവർക്ക് പാക്കേജ് കൊടുത്തേ പറ്റൂ. കാരണം ബീഹാറും ആന്ധ്രാപ്രദേശും ഡിവൈഡ് ചെയ്തുകൊണ്ട്, അതായത് അതിൽ നിന്ന് വെട്ടിമുറിച്ചുകൊണ്ട് 2 സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടു, ജാർഖണ്ഡും തെലുങ്കാനയും. നമുക്കറിയാം, ഒരു സംസ്ഥാനം പുതിയതായിട്ട് വേറൊരു സംസ്ഥാനത്തിന്റെയും കൂടി ഭൂമിയാണ് ഈ വെട്ടിമുറിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും മറ്റേ സംസ്ഥാനത്തുണ്ടായ നഷ്ടം നികത്തേണ്ടത് ആ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെയാണ്. ഇനി ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ അതിനെ വിശദീകരിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ, ഇപ്പോൾ ധനുഷിന്റെ കുടുംബത്തിൽ 2 പേരുണ്ട്, ചേട്ടനും അനിയനും. നിങ്ങളുടെ ഒരു പറമ്പ് 10 സെന്റ് സ്ഥലം നിങ്ങൾക്കുണ്ട്. സ്വാഭാവികമായി നിങ്ങളുടെ സ്ഥലത്തിന്റെ ഷെയർ വരുമ്പോൾ 5 സെന്റ് ധനുഷിനും 5 സെന്റ് കൃത്യമായി പറഞ്ഞ അനിയനുമാണ് ലഭിക്കുന്നത്. ധനുഷിന് കിട്ടിയ സ്ഥലം റോഡ് സൈഡിലും ആ സ്ഥലത്ത് അനവധി തെങ്ങുകളും മാവുകളും പ്ലാവുമുണ്ട്. അനിയന് കിട്ടിയ സ്ഥലത്ത് അല്പം കുഴികളും ചതുപ്പുമാണ് എങ്കിൽ ഇതിനകത്ത് ആർക്കാണ് ലാഭം? ആ തെങ്ങും മാവും റോഡ് സൈഡിലുള്ള സ്ഥലം തന്നെയാണ് ഏറ്റവും കൂടുതൽ ലാഭമുള്ളത്, അല്ലെ? അപ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടുകാരെന്താണ് ചെയ്യുന്നത്? ധനുഷിനോട് പറയും, കുറച്ച് പണം കൊടുത്ത് അവനെ ഒന്ന് സഹായിക്കൂ. കാരണം നിനക്കാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത്, നിന്റെ സ്ഥലത്തിനാണ് വില കൂടുതലുള്ളത്, നിന്റെ സ്ഥലത്തിനാണ് വിളവ് കൂടുതൽ കിട്ടുന്നത്, അവൻ്റെത് ചതുപ്പാണ്, അതുകൊണ്ട് നീ അവനെ കൂടി ഒന്ന് കുറച്ച് പൈസ അവന് കൊടുക്കണം, ഹെൽപ്പ് ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ അവനെ ചതുപ്പ് നികത്താനുള്ള എമൗണ്ട് കൊടുക്കണമെന്ന് പറയും. അത് കൊടുക്കാൻ ധനുഷ് ബാധ്യസ്ഥനുമാണ്. കാരണം കണ്ണായ ഭാഗം ധനുഷിന് തരുമ്പോൾ അതാണ്. അത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു ചതുവാണ്. അത് നമ്മുടെ കുടുംബത്തിന്റെ കേസാണ്. അത് പിന്നെ അടിയും പരവാസവും കേസും വഴക്കുമായിട്ടൊക്കെ മുൻപോട്ട് പോകും. പക്ഷെ ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞ എല്ലാവർക്കും ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിന്റെ കാര്യം പറയുന്നത്. ഇതുപോലെ തന്നെയാണ് രാജ്യത്തിന്റെ ആയാലും സംസ്ഥാനത്തിന്റെ ആയാലും ഒക്കെ. ഈ ബീഹാറിന്റെ ഏറ്റവും വലിയ ഇൻകം എന്ന് പറഞ്ഞാൽ, ഈ ജാർഖണ്ഡ് ബീഹാർ ഉണ്ടായിരുന്ന സമയത്ത് ഈ ജാർഖണ്ഡിലാണ് ഈ കൽക്കരി ഖനികളും ഒക്കെ, ഇരുമ്പ് അയിരുകളുടെ ഖനികളും ഒക്കെ ഇഷ്ടം പോലെ ഉള്ളത്. അതിന്റെ ഒരു അഴിമതിയിലാണ് ഇപ്പൊ ഹേമന്ത് സോറൻ അകത്ത് പോയത്, അത് വേറെ കാര്യം. അപ്പൊ ഇതിൽ നിന്നൊരു വലിയ ടാക്സ്, അതുപോലെ ട്രാൻസ്പോർട്ടേഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഒരു വലിയ വരുമാനം ബീഹാറിനെ നിലനിർത്തിക്കൊണ്ട് പോയത് ഈ ഖനികളിൽ നിന്ന് തന്നെയാണ്. ബീഹാറിന് കേൾക്കുമ്പോൾ ഈ ഖനികളാണ് നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത്. അങ്ങനെ ജാർഖണ്ഡ് വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ, ജാർഖണ്ഡ് എന്ന് പറഞ്ഞ സംസ്ഥാനം രൂപീകൃതമായപ്പോൾ സ്വാഭാവികമായി ബീഹാറിന്റെ ഒരു വരുമാന മാർഗം ഇടിഞ്ഞു. അതായത് ഞാനിവിടെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു തരാം. കേരളത്തിലെ ഈ മദ്യ കച്ചവടം പൂർണ്ണമായിട്ട് മാറ്റി തമിഴ്നാട്ടിലേക്ക് മാറ്റുകയാണ്. കേരളത്തിൽ ഇനി മദ്യ കച്ചവടം ഇല്ല, അതിന് പകരം ആ മദ്യ കച്ചവടം ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് മാറ്റുകയാണ്. അത് കേരളത്തിന്റെ അവസ്ഥ എന്താകും? ടാക്സ് കിട്ടില്ല, വരുമാനമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് കേരളത്തിന് എന്തെങ്കിലും അതിന് പകരം നൽകിയല്ലേ പറ്റൂ. അപ്പൊ അന്ന് അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉടമ്പടിയിലാണല്ലോ ഈ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത്. അതായത് സംസ്ഥാനങ്ങൾ പരസ്പരം വെട്ടിമുറിച്ച് വേലി കെട്ടുന്ന ഒരു പരിപാടിയാണ്. അന്ന് അനവധി ചർച്ചകൾ നടന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ, ജിയോഗ്രഫിക്കൽ അടിസ്ഥാനത്തിൽ, ഭാഷാ അടിസ്ഥാനത്തിൽ, ഒപ്പം തന്നെ അവിടുത്തെ മറ്റ് ബിസിനസ്സുകളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. കാരണം അങ്ങനെ മാറ്റുമ്പോൾ ആ സംസ്ഥാനത്തുണ്ടാകുന്ന നഷ്ടം നികത്താനായിട്ട് ഒരു പാക്കേജ് കേന്ദ്രം കൊടുത്തേ മതിയാകും. കാരണം ഇവർക്ക് വേറെ ഈ ജാർഖണ്ഡിന് ഒരു വലിയ പാക്കേജ് ഇവർക്ക് കൊടുക്കാനില്ല, മറ്റവർക്കും ഇല്ല. അപ്പൊ ആ പാക്കേജിന്റെ ഒരു ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാനങ്ങൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും, കേരളത്തിൽ 2 സംസ്ഥാനമാകട്ടെ, തമിഴ്നാട് 5 സംസ്ഥാനമാകട്ടെ. നമ്മൾ പറയുന്നത് പോലെ ഉടനെ തന്നെ മാജിക് കണക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ജാർഖണ്ഡിൽ എന്തുമാത്രം കലാപം നടന്നു, എന്തുമാത്രം സമരം നടന്നു ജാർഖണ്ഡ് സംസ്ഥാന രൂപീകരണത്തിനായിട്ട്. ഒന്നും വേണ്ട, നമ്മുടെ ഈ ആന്ധ്രാപ്രദേശിൽ കലാപവും സംഘർഷം എന്തുമാത്രം, കോൺഗ്രസ് എന്തുകൊണ്ടാണ് ആന്ധ്രാപ്രദേശിൽ തകർന്ന് തരിപ്പണമായത്? ഈ ഒരു ഒറ്റ വിഭജനത്തിന്റെ കാര്യത്തിലാണ് അവര് തകർന്ന് തരിപ്പണമായി പോയത്.
അവിടെ നീ ഇതിനു വേണ്ടി സമരം ചെയ്ത ആളാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ലാതെ സമരം ചെയ്ത ആളാണ് തെലുങ്കാന രാഷ്ട്ര സമിതി എന്ന് പറഞ്ഞിട്ട് പിന്നീട് പാർട്ടിയായി വന്ന് അധികാരം പിടിച്ച ചന്ദ്രശേഖർ റാവു. അന്ന് അദ്ദേഹത്തിന് രാഷ്ട്രീയ പാർട്ടി ഇല്ല, അദ്ദേഹം സംഘടന രൂപീകരിച്ച് ഈ തെലുങ്കാനയ്ക്ക് വേണ്ടി പോരാടിയതാണ്. അങ്ങനെ വലിയ ഇഷ്യൂ നടന്നിട്ടാണ് അത് മാറുന്നത്. അന്ന് ഈ ബീഹാറിന് കൊടുക്കാമെന്ന് പറഞ്ഞൊരു പണം ഉണ്ടായി. എനിക്ക് തോന്നുന്നത് 40,000 കോടി രൂപ എങ്ങാണ്ടാണ് അന്നത്തെ കാലത്ത് അത് കൊടുക്കാന്ന് പറഞ്ഞത്. വർഷം ഒരുപാട് കഴിഞ്ഞു. പിന്നീട് ഈ ഒരു തുകകള് ഇതിന് കൊടുത്തിട്ടില്ല, ഒരു സർക്കാരും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, നാളെ ഒരു സർക്കാർ വന്നാൽ ഇത് നീ അവരോട് കൊടുക്കേണ്ടതാണ്. ഇതിൽ എനിക്ക് മനസ്സിലായി ബിജുചേട്ടാ. അതായത് ബീഹാർ ജാർഖണ്ഡ് കൂടെയായിട്ട് വിഭജിക്കപ്പെട്ടപ്പോ ബീഹാറിന്റെ പ്രധാന വരുമാന സ്രോതസ്സായിട്ടുള്ള കൽക്കരി ഖനികൾ ജാർഖണ്ഡിലായി പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ബീഹാറിന് അതിൻ്റെതായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് കേന്ദ്രം ബാധ്യസ്ഥമാണ്. പക്ഷേ ഈ ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് 2000-ലാണ് ബീഹാർ ബൈഫോർക്കേറ്റ് ചെയ്യുന്നത്. 2000-ൽ വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് ബൈഫോർക്കേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം 2014-ൽ നരേന്ദ്രമോദി അധികാരത്തിൽ ഏറുന്നുണ്ട്. 2014-ൽ നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷം പുള്ളിക്കാരൻ ഇതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പോ നിതീഷ് കുമാർ സഖ്യകക്ഷിയിൽ വന്നപ്പോഴാണ് ബീഹാറിന് വേണ്ടി, അതായത് ഹൈവേ നിർമ്മാണത്തിന് 26,000 കോടി രൂപ, പവർ പ്രോജക്റ്റിന് 21,400 കോടി രൂപ, വെള്ളപ്പൊക്ക പ്രതിരോധത്തിന് 11,500 കോടി രൂപ, ടോട്ടൽ 58,900 കോടി രൂപ. ഇപ്പോഴെങ്ങനെയാണ് നരേന്ദ്രമോദിക്ക് ആ വെളിപാടുണ്ടായത്? 2014-ലും 2019-ലും മോദി തന്നെയാണ് ഭരിച്ചിരുന്നത്, ബീഹാർ ബൈഫർക്കറ്റ് ചെയ്യുമ്പോഴും BJP ആണ് ഭരിച്ചിരുന്നത് എന്നൊരു പോയിന്റ് പുള്ളി മുന്നിലോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഒന്നുകിൽ പുള്ളിക്ക് ഓർമ്മക്കുറവാകാം, അല്ലെങ്കിൽ മനഃപൂർവ്വം അദ്ദേഹം മറക്കുന്നതാണ്. നമ്മൾ 2019 മുതലുള്ള ഗൂഗിളിലും സെർച്ച് ചെയ്ത് നോക്കി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ എത്തുകയും നമ്മുടെ ചിരാഗ് പാസ്വാന്റെ പിതാവ് ശ്രീ രാംവിലാസ് പാസ്വാൻ ഉൾപ്പെടെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് നടത്തിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയായിരുന്നു നടപ്പാക്കിയത്? അതിലൊന്ന് റോഡ് വികസനമായിരുന്നു, ഒന്ന് എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിക്കുന്നതായിരുന്നു. അതിന്റെ മൂച്ചിലാണ് ആ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ ജയിച്ചു കയറിയത്. അത് അനവധി പദ്ധതികൾ ബീഹാറിന് വേണ്ടിയിട്ട് ഈ മോദി സർക്കാർ 2014 മുതൽ, എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നൽകിയ 2019-ലായിരുന്നു. അതുപോലെ തന്നെ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സ്കീമുകൾ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീമായിരുന്നു ഈ SC/ST വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് അവർക്ക് ഈ ഇത് തുടങ്ങാൻ പറ്റും, സ്റ്റാർട്ടപ്പും മറ്റും തുടങ്ങാൻ, സ്വയം തൊഴിൽ സ്വയം ബിസിനസ് കൊണ്ടുവരാനായിട്ട് 50 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കുന്ന ഒരു സ്കീം കൊണ്ട് അത് UP-യിലും കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു വലിയ വിപ്ലവം തന്നെ ബീഹാറിലും UP-യിലൊക്കെ അത് ഉണ്ടാക്കി. അപ്പൊ അത് ആ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അത് നടപ്പാക്കേണ്ടത്. എങ്ങനെ നടപ്പാക്കിയില്ല എന്നുള്ളത് അത് വലിയ വിപ്ലവകരമാണ്. UP-യിൽ അത് ഭംഗിയായിട്ട് നടപ്പാക്കി. അതായത് ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന യുവതികൾക്ക് ഏതാണ്ട് 50 ലക്ഷം വരെ അവർക്ക് സ്വന്തമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സ്കീം. അങ്ങനെ അനവധി പദ്ധതികൾ ബീഹാറിന് വേണ്ടി കൊണ്ടുവന്നു. അല്ല, ബീഹാറിന് ഇപ്പൊ പുതിയതായിട്ട് കൊണ്ടുവന്നൊന്നും അല്ല. ബീഹാറിലെ ഡെവലപ്മെന്റ് ഇപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? കേന്ദ്ര പദ്ധതികളാണ് ബീഹാറിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയപാത വികസനം ഇന്നലെ പ്രഖ്യാപിക്കുമ്പോഴല്ല അത് തുടങ്ങുന്നത്. ദേശീയപാതയുടെ പ്രവർത്തനം എന്നേ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ ജലസേചന പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ഈ ഞാൻ പറഞ്ഞില്ല, വിദ്യാഭ്യാസത്തിനൊക്കെ ഒരു വമ്പൻ, എനിക്ക് തോന്നുന്നത് ഒന്നും വേണ്ട, നമ്മൾ പറയുന്നതല്ലല്ലോ. നമുക്ക് ഈ ഗൂഗിളിലൊക്കെ പരതി കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ മീഡിയാസിന്റെ ലിങ്കുകൾ നമുക്ക് അനുമതി കിട്ടും. അവിടെ ഈ കേന്ദ്ര സർക്കാർ ഇതിന് മുമ്പ് കൊടുത്ത പ്രൊജക്ടുകളുടെ കാര്യം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഈ നിതീഷിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ഒരു ചാഞ്ചാട്ടമുള്ള ആളാണ്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ഒരുപക്ഷെ ഇടയ്ക്ക് ബ്രേക്ക് ആയി പോയിട്ടുണ്ടാകാം. കണ്ടിന്യൂറ്റി വേണമല്ലോ എന്ത് കാര്യമായിരുന്നു. ഇപ്പം അവിടെ എനിക്ക് തോന്നുന്നു സക്സസ് ആയിട്ട് വന്നൊരു സാധനം ഇതായിരുന്നു, ഏതാ ഈ എല്ലാ സമ്പൂർണ്ണ വൈദ്യുതീകരണം. ബീഹാറിനെയൊക്കെ സംബന്ധിച്ച്, നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു അത്ഭുതമില്ല. പക്ഷെ ബീഹാറിനെയൊക്കെ സംബന്ധിച്ച് വലിയ അത്ഭുതമുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. കാരണം ജീവിതത്തിൽ ജനിച്ചിട്ട് ഇന്നുവരെ കറണ്ട് കിട്ടാത്ത ഒരു സ്ഥലങ്ങളെ കറണ്ട് എത്തിച്ചു. അതുപോലെ തന്നെ റോഡ്, വലിയ രീതിയിലുള്ള റോഡ് വികസനം, ഇതൊക്കെ അവിടുത്തെ ലാലുവിന്റെ പാർട്ടിക്കാർ പോലും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതൊരു യാഥാർത്ഥ്യമാണത്. പിന്നെ ഇടയ്ക്ക് ഈ നിതീഷ് കുമാർ മറുകണ്ഠം ചാടി കഴിഞ്ഞപ്പോഴത്തേന് ഈ പദ്ധതികൾ പലതും വേണ്ട രീതിയിൽ മുമ്പോട്ട് പോയിട്ടില്ല എന്നുള്ളത് മറ്റൊരു വശം. അതല്ലാതെ ബീഹാറിന് പുതിയതായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കാര്യം എന്താണ് ധനുഷ്? അതും കൂടെ ഒന്ന് നോക്കൂ. ഇപ്പൊ കൊടുത്തിരിക്കുന്ന എക്സ്റ്റൻഷനാണ് ആ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. അതായത് ഇന്ത്യയില് 1000 വിമാനത്താവളങ്ങൾ എന്നായിരുന്നു 2014 നരേന്ദ്രമോദി കയറുമ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ ഡ്രീം പ്രൊജക്ട് തന്നെ. 1000 വിമാനത്താവളങ്ങൾ എന്നായിരുന്നു. അതിന്റെ പൂർത്തീകരണത്തിനായിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയ അതിന്റെ എക്സ്റ്റൻഷനാണ് ഇപ്പൊ ഈ ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. അല്ലാതെ പുതിയതായിട്ട് ബീഹാറിന് ഒന്നും കൊടുത്തിട്ടില്ല. ആ തുകകൾ വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമാണ് ഇപ്പൊ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. റോഡ് വികസനം അവിടെ തുടങ്ങിയിട്ട് നാളുകളേറെ, അതിന് കുറച്ചുകൂടെ വികസനത്തിനായി ഫണ്ട് കൊടുത്തു എന്നുള്ളത്.
എനിക്കിപ്പോഴും കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അതായത് നരേന്ദ്രമോദി ബീഹാറിൽ എത്തിയിട്ട് 2010 ബീഹാറിലെ ഇലക്ഷന് മുമ്പാണെന്ന് തോന്നുന്നു 30,000 കോടി രൂപയുടെ പദ്ധതി അവിടെ പ്രഖ്യാപിക്കുന്ന ഒരു യെസ്, കാഴ്ച നമുക്ക് യെസ്, യെസ്, കാണാനായിട്ട് യെസ്. സാധിച്ചതല്ല. 30,000 ഈ 30,000 കോടി രൂപ അവിടെ പ്രഖ്യാപിച്ചപ്പം അന്ന് ഈ ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇലക്ഷൻ സ്റ്റണ്ട് ആണെന്നാണ്. എന്നാൽ ഇന്ന് ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് നിതീഷ് കുമാറിന് കീഴടങ്ങിയതാണെന്നാണ്. ഇവരെന്താ ഇങ്ങനെ പറയുന്നത്? കാരണം ഇവർക്ക് ഈ അതാ ഞാൻ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞത്. കാര്യങ്ങളെ പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാ. അല്ല, അദ്ദേഹത്തെ ഇത് എല്ലാവർക്കും അറിയാം, ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മളെന്താ പറഞ്ഞു ഉം. കഴിഞ്ഞാൽ ഒരു കള്ളം 10 പേര് കൂടി നിന്ന് പറഞ്ഞാൽ അത് സത്യമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്രേ ഉള്ളത് ഈ കാര്യം. ഉം. അതായത് എനിക്ക് തോന്നുന്നില്ല, എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഞാൻ തന്നെ അതിശയിച്ചിട്ടുണ്ട്. ഈ ബീഹാറിന് എന്താണ് എല്ലാവരും ഇങ്ങനെ കിടന്ന് പറയുന്നത്? ഇതിനകത്ത് എന്ത് പുതിയതായിട്ട് കൊടുത്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഉം. നടന്നു വരുന്ന അവിടുത്തെ പ്രൊജക്ടുകൾക്ക് കുറച്ചുകൂടി കൂടുതൽ പണം അനുവദിച്ചെന്നുള്ളൂ. പുതിയ ഒരു പദ്ധതി അതിൽ പറഞ്ഞു, എയർ സ്ട്രിപ്പിന്റെ കാര്യമായാലും ഈ എയർപോർട്ടുകളുടെ കാര്യമായാലും അത് 2014 പ്രഖ്യാപനത്തിന്റെ ഭാഗമാണ്. എയിംസ് വന്നാൽ അതൊരു പുതിയ പദ്ധതിയാണോ? അല്ല. അല്ലല്ല, കേരളത്തിൽ ആ വേറൊരു എയിംസ് വരികയാണെങ്കിൽ അത് പുതിയ പദ്ധതിയല്ല. വേറൊരു ഗംഭീരമായിട്ടുള്ള ഒരു കോമഡി ഇതിനകത്തുള്ള വീഴ്ച, വെള്ളപ്പൊക്ക പ്രതിരോധത്തിന് 11,500 കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. ഇതേ മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ബീഹാറിൽ ബ്രിട്ടീഷുകാരന്റെ പണിത പാലം പൊളിഞ്ഞു വീഴുമ്പോൾ അത് നരേന്ദ്രമോദിയുടെ തലയിൽ കെട്ടിവെച്ച് അത് പൊളിഞ്ഞു വീഴുന്നത് അവിടെ മഴക്കാല ദുരിതം വരുമ്പോഴാണ് പൊളിഞ്ഞു വീഴുന്നത്. അപ്പൊ അതേ ആൾക്കാർ തന്നെയാണ് അവിടെ വെള്ളപ്പൊക്ക പ്രതിരോധത്തിന് കൊടുക്കുമ്പോഴും ഇത് നരേന്ദ്രമോദി നിതീഷ് കുമാറിന് കീഴടങ്ങിയതാണെന്ന് പറയുന്നത്. എന്തൊരു അല്ല, ഇരട്ടത്താപ്പാണെന്നാണ് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നത്. ഇപ്പൊ 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 ധനുഷ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്ത് കേരളത്തിൽ ആ ഫണ്ട് കിട്ടിയിട്ട് ലാപ്സാക്കി കളഞ്ഞവരാണ്. ഇപ്പൊ അതെ. ചോദിച്ചല്ലോ, അത് അധികം ആരും ചോദിക്കുന്നില്ല. എന്താണ് കേരളത്തിൽ ഈ ദുരിതാശ്വാസ ഉം. ഫണ്ട് നൽകാത്തതെന്ന് വെച്ചാൽ അത് ലാപ്സാക്കി കളഞ്ഞു കൊടുത്ത സാധനം. അതായത് ഉം. ഉം. ഉപയോഗിക്കില്ല, അത് ലാപ്സാക്കി കളഞ്ഞവർ. അതിനെ കുറിച്ച് ആരും പറയുന്നില്ലല്ലോ. അതെ. ഈ ദുരിതാശ്വാസ ഫണ്ട് എല്ലാവരും കൊടുക്കുന്ന കേരളത്തിനും കിട്ടിയായിരുന്നു. കേരളത്തിൽ ബി.ജെ.പി. ഒന്നും അല്ലല്ലോ ഭരിക്കുന്നത്. കേരളത്തിൽ കിട്ടിയിട്ട് ആ തുക ചെലവഴിക്കാതെ അത് ലാപ്സാക്കി കളഞ്ഞു. അതാണ് നമ്മുടെ ഒരു ഇത്. അതെ. അല്ലാതെ അതെ. ബീഹാറിന് ഇന്നത്തെ പുതിയതായിട്ടൊന്നും മനോരമയുടെ കൊടുത്തിട്ടില്ല. ആ പറഞ്ഞു. ഇന്നത്തെ മനോരമയുടെ തലക്കെട്ട് തന്നെ കേരളം എന്നൊരു സംസ്ഥാനമുണ്ട് കേട്ടോ എന്നാണ് മനോരമ പറഞ്ഞിരിക്കുന്നത്. ആന്ധ്രയും ബീഹാറും മാത്രമല്ല നമ്മുടെ രാജ്യത്തുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ പോട്ടെ. പിന്നെ പുള്ളിക്കാരൻ ഈ ആന്ധ്രാപ്രദേശിന്റെ കാര്യത്തിൽ ഈ പറയുന്നുണ്ട്, ഉണ്ണി ബാലകൃഷ്ണൻ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് 2014 മോദിയുടെ കൂടെ TDP ഉണ്ട്. TDP ഉണ്ടായിട്ടും നരേന്ദ്രമോദി അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല എന്നും അന്ന് പരിഗണിക്കാത്തത് കൊണ്ടാണ് അവർ ഈ പാർട്ടി വിട്ട് ഈ മുന്നണി വിട്ട് പോയതെന്നും അന്ന് മോദിക്ക് മേൽ സമ്മർദ്ദമില്ലായിരുന്നു, എന്തുകൊണ്ട് മോദി അന്ന് ഇത് ചെയ്തില്ല എന്നും പുള്ളിക്കാരൻ ചോദിക്കുന്നു. ധനുഷ്, ഈ ജഗൻമോഹൻ റെഡ്ഡി 10 വർഷം ആന്ധ്ര ഭരിച്ചു. അത്യാവശ്യം നല്ല ഭരണമായിരുന്നു കാഴ്ചവെച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരുടെ കയ്യിരിപ്പ് കൊണ്ട് ആണ് പരാജയം. അദ്ദേഹം NDAയുടെ ഭാഗമല്ല. അദ്ദേഹം ഉം. NDAയുടെ ഭാഗമല്ലായിരുന്നു. എന്നാൽ NDA പലപ്പോഴും സഹായിക്കുന്ന ഒരു നിലപാടുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം NDA സഹായിച്ചത്? എന്തായാലും നരേന്ദ്രമോദിയുടെ ഒരു ബലമോ കാര്യങ്ങളോ കണ്ടിട്ടല്ല ജഗൻമോഹൻ റെഡ്ഡി ഈ 10 വർഷം സഹായിച്ചത്. കേന്ദ്ര ഉം. പദ്ധതികൾക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം സഹായിച്ചത്. 10 വർഷവും അത്യാവശ്യം നന്നായി കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരികയും ആന്ധ്രയെ നടപ്പാക്കുകയും, അങ്ങനെയാണ് ആദ്യത്തെ 5 വർഷങ്ങളിൽ ജഗൻമോഹൻ റെഡ്ഡി വികസനത്തിന്റെ നായകനായിട്ട് മാറുന്നത്. ഇപ്പോൾ ഈ അതെ. വെട്ടിമുറിക്കപ്പെട്ട തുക എന്ന് പറഞ്ഞ പല ഘട്ടങ്ങളായിട്ടാണ് അത് ലഭിക്കുന്നത്. അത് വലിയ വികസന നായകനായിട്ട് ജഗൻമോഹൻ റെഡ്ഡി മാറിയതിന്റെ പിന്നിൽ BJP, പ്രത്യേകിച്ച് നരേന്ദ്രമോദി തന്നെയായിരുന്നു. നരേന്ദ്രമോദിക്ക് വലിയ ഉം. ഇഷ്ടമായിരുന്നു ജഗനെ. കാരണം ഒരുപാട് ഫണ്ടുകൾ, എനിക്ക് തോന്നുന്നു ഉം. ദേവസ്വം ക്ഷേത്രങ്ങൾക്ക് തന്നെ, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സർക്യൂട്ടുകൾക്ക് തന്നെ വലിയ രീതിയിലാണ് ആന്ധ്രയിൽ ഫണ്ട് ഒരുക്കിയിരുന്നത്. പിന്നെ ഉം. ജഗൻമോഹൻ റെഡ്ഡി ഇപ്പൊ തോറ്റുപോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിരിപ്പ്, അദ്ദേഹത്തിന്റെ സഹോദരി ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിലേക്ക് പോകും. സഹോദരിയും ഒക്കെയാണ്, അമ്മയും ഒക്കെയാണ് ആ പാർട്ടിയുടെ ഒരു കാര്യത്തിൽ. കുടുംബം തന്നെ തകർന്നാൽ പിന്നെ പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസമായിരിക്കും. അങ്ങനെ ചില പ്രശ്നങ്ങൾ അതിലുണ്ടായി, പാർട്ടിക്ക് അകത്തുണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇല്ലെങ്കിൽ ജഗൻമോഹൻ റെഡ്ഡി ഒന്നും ഉം. പരാജയപ്പെടുവാനുള്ള സാധ്യതയില്ലായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ കഴിഞ്ഞ ഉം. 10 വർഷം ആന്ധ്രയിൽ ഫണ്ട് പോയിട്ടുണ്ട്, ഒഴുകിയിട്ടുണ്ട്. കാരണം ഈ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പദ്ധതികളുടെ എല്ലാം ഉദ്ഘാടനം ഈ ജഗൻമോഹൻ റെഡ്ഡി നരേന്ദ്രമോദി ക്ഷണിക്കുമായിരുന്നു. അദ്ദേഹം അത് ഉം. പോവുകയും ചെയ്യുമായിരുന്നു. സാധാരണഗതിയിൽ ഇപ്പൊ ഉം. ജഗൻമോഹൻ റെഡ്ഡിക്ക് ഒരു ആള് കളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഇനാഗുറേറ്റ് ചെയ്യാം. പക്ഷെ അദ്ദേഹം അതെല്ലാം ചെയ്യിച്ചിരുന്നത് ഈ നരേന്ദ്രമോദിയെ കൊണ്ടായിരുന്നു. അങ്ങനെ വെച്ചാൽ ആ ബന്ധം ഊഷ്മളമായി മുമ്പോട്ട് കൊണ്ടുപോയി അത്തരം പദ്ധതികൾ കൃത്യമായി തന്നെ നടപ്പാക്കുക എന്നൊക്കെ ചെയ്തൊരു മുഖ്യമന്ത്രി. അപ്പൊ ആന്ധ്രയ്ക്ക് ഉം. പുതിയതായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ കൊടുത്ത ഈ തുക അമരാവതിയിൽ തലസ്ഥാനത്തിനാണ് ഈ കൊടുത്തത്. അത് അതെ. 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 സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം നിലവിൽ ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഇല്ല. ഇപ്പൊ ഏതാണ് ഉം. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം? PSC ക്കൊക്കെ പോകുന്ന കുട്ടികളോട് ചോദിക്കും. ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തലസ്ഥാനമില്ലാത്ത ഒരേ ഒരു സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഉം. അവർക്കുണ്ടായിരുന്ന ഹൈദരാബാദ് ആയിരുന്നു. വെട്ടിമുറിച്ചപ്പോൾ ഇത്ര വർഷത്തേക്ക് ഹൈദരാബാദും, എനിക്ക് തോന്നുന്നത് 10 വർഷമായി. 10 വർഷത്തിനിടയ്ക്ക്
10 വർഷം ഈ തെലങ്കാനയും ആന്ധ്രാപ്രദേശും ഹൈദരാബാദ് അവരുടെ തലസ്ഥാനമായി ഉപയോഗിക്കുക. അതിന്റെ ഇടയിൽ തന്നെ ആന്ധ്രാപ്രദേശ് സ്വന്തമായിട്ടൊരു തലസ്ഥാനം കണ്ടെത്തണമെന്ന് പറഞ്ഞു. ഇവര് 3 സ്ഥലത്തിന്റെ പ്രപ്പോസൽ കൊടുത്തു. ഈ ചന്ദ്രബാബു നായിഡുവിന്റെ ഏറ്റവും വലിയ സ്വപ്നം അമരാവതിയിൽ തലസ്ഥാനം വരണമെന്നുള്ളത്. ഈ അമരാവതി വലിയൊരു ബിസിനസ്. ഇവന്മാരെല്ലാം ഈ ഭരണം എന്ന് പറയുന്നതിന് വേറൊരു കാര്യം കൂടെ. ഈ അമരാവതിയില് അങ്ങനെയാണ് ജഗൻ അധികാരത്തിൽ വരുന്നത്. അതിന്റെ കഥ കൂടെ നമുക്ക് പറയാം. ഈ അമരാവതിയിൽ ഒരുപാട് കർഷകരുടെ സ്ഥലം വാങ്ങിക്കൂട്ടിയായിരുന്നു ഈ ചന്ദ്രബാബു നായിഡു, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആൾക്കാരുമൊക്കെ വാങ്ങിക്കൂട്ടിയ ശേഷം ആണ് പറയുന്നത് അമരാവതി തലസ്ഥാനം വരണം. അപ്പൊ ഈ വാങ്ങിക്കൂട്ടിയ സ്ഥലത്തിന് വലിയ പാടങ്ങളൊക്കെയാണ്, കൃഷിയിടങ്ങളാണ് വാങ്ങി. അതിന് വലിയൊരു വില കിട്ടുമല്ലോ. കാരണം ഇതിന്റെ അടുത്ത് വലിയ ബഹുനില മന്ദിരങ്ങൾ വരും, സ്റ്റാർ ഹോട്ടൽ വരും, എയർപോർട്ട് വരും, എല്ലാം വരും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അന്ന് ഈ തുച്ഛമായ വിലയ്ക്ക് കർഷകരും ഈ നായിഡു സംഘവും അദ്ദേഹം അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം വാങ്ങിക്കൂട്ടിയത്. അപ്പോൾ ജഗൻ ഇലക്ഷന് പറഞ്ഞത് നായിഡു കർഷകരെ കൊള്ളയൊടിച്ചു, പിടിച്ചു പറിച്ചു, താൻ അധികാരത്തിൽ വന്നാൽ ഈ കർഷകരുടെ ഭൂമി തിരിച്ചു കൊടുക്കും, ഈ തലസ്ഥാനം അമരാവതിയിൽ നിന്ന് മാറ്റും എന്ന് അദ്ദേഹം പറഞ്ഞു. വിശാഖപട്ടണം മറ്റോ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. കുന്നൂൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടത്തേക്ക് മാറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതോടുകൂടി കർഷകർ ഉൾപ്പെടെയുള്ളവര് ജഗൻമോഹൻ റെഡ്ഡിക്ക് വോട്ട് ചെയ്ത് അധികാരത്തിലേക്ക്. ജഗൻമോഹൻ റെഡ്ഡി ചെയ്തത് എന്താണെന്ന് അറിയാവോ? ഈ സ്ഥലം അധികാരത്തിലേറിയതിനു ശേഷം മറിച്ചു വിറ്റു. അതായത് 2000 രൂപയുടെ കൊടുത്തിട്ട് കർഷകരുടെ നായിഡു മേടിച്ചു. അത് വലിയ അഴിമതിയാണ്, ഞാൻ അത് മേടിച്ച് തിരിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ജഗൻമോഹൻ റെഡ്ഡി ഈ 2000 രൂപയ്ക്ക് മേടിച്ച സ്ഥലം 8000 രൂപയ്ക്ക് വിറ്റ് പുള്ളി മുതൽ കൂട്ടി. അപ്പൊ അക്ഷരാർത്ഥത്തിൽ ഇവർക്കെല്ലാം ഇവിടെ ബിസിനസ് താല്പര്യങ്ങളും ഉണ്ട്, പുട്ടടിച്ച് താല്പര്യമുണ്ട്. പിന്നെ ഈ TDP സംബന്ധിച്ച് പറഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം ഈ അമരാവതി ഏരിയയാണ്, ഗ്രാമങ്ങളിലൊക്കെ നല്ല റൂട്ട്. അപ്പോ അതാണ് ലക്ഷ്യം. ഇപ്പൊ ഈ ജഗൻമോഹൻ റെഡ്ഡിക്കും ഇപ്പൊ ഈ അമരാവതി തലസ്ഥാനം വരുന്നതിന്റെ എതിർപ്പൊന്നുമില്ല. കാരണം അവരുടെ അണ്ടറിലുള്ള ഈ മുതലാളിമാർക്കും കുറെ ബിസിനസ് താല്പര്യങ്ങൾ അവിടെ ഉള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഈ അമരാവതി തലസ്ഥാനം എന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് അതിന്റെ കാര്യങ്ങൾ നോക്കണമെന്ന് കോടതി തന്നെയാണ് പറഞ്ഞത്. കാരണം അവർക്ക് തലസ്ഥാനം ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ അതിന്റെ പണികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 15,000 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. 60,000 കോടി രൂപയാണ് തലസ്ഥാനം നിർമ്മിക്കാനായിട്ട് കൊടുക്കാമെന്ന് അന്നത്തെ സർക്കാർ ഇവരുടെ എഗ്രിമെന്റ് പറയുന്നത്. എത്ര രൂപ കൊടുത്തിപ്പോ? 15,000 രൂപ. ഞാനിത് മുമ്പ് ഇതേപോലെ ഒരു ഡിബേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആന്ധ്രയ്ക്ക് ഇനിയിപ്പോ ഈ ആന്ധ്രയിൽ പ്രശ്നം വരും. ഈ അമരാവതി തലസ്ഥാനം വന്നു കഴിയുമ്പോഴും ജനം വലിയ പ്രശ്നം വരും. അതില് വിശാഖപട്ടണം, പുന്നാല തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇത് വരണമെന്നുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നടക്കും. അപ്പൊ അതിനെ മറികടക്കാനായിട്ട്, അത് മാത്രമല്ല ഈ അമരാവതി വരുമ്പോൾ തന്നെ ഈ കർഷകർ പ്രശ്നം ഉണ്ടാകും. കാരണം അവരുടെ ഈ ഭൂമി ഫണ്ട് തുച്ഛമായ വിലയ്ക്ക് തട്ടിയെടുക്കുന്ന ഒരു ആരോപണമാണ്. അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പദ്ധതിയും ഈ ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോയതാണ്. ഈ കർഷകർക്ക് കൂടുതൽ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. കർഷകർക്ക് അത് ഒതുക്കുന്നതിന്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് ഇവരെയും കൂടെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ അവരെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമൃത നഗരം പദ്ധതി ഉണ്ട്. അമൃത നഗരം പദ്ധതി ആ പദ്ധതിയിൽ പെടുത്തുകയാണ് കൂടുതൽ നഗരങ്ങളെ. ആ പദ്ധതിയിൽ പെടുത്തുക, അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ഡെവലപ്മെന്റ്. അങ്ങനെ അല്ലാതെ ഇപ്പം നമ്മൾ വിചാരിക്കും ആന്ധ്രാപ്രദേശിന് 15,000 രൂപ എടുത്തിട്ട് നായിഡുവിന്റെ കയ്യിലോട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അത് കൊടുക്കുന്നത്. തലസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് അത് കൊടുക്കുന്നത്. അത് പല ഘട്ടങ്ങളാണ്. ഈ തലസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അമൃത നഗരം പദ്ധതിക്ക് അതിനകത്ത് ഒരു തുകയുണ്ട്, അതുപോലെ തന്നെ കർഷകരുടെ തുകയുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ആ ഒരു തുക വരുന്നത്. പൊതുവിൽ നമ്മൾ അത് കേൾക്കുമ്പോൾ വിചാരിക്കും 15,000 കോടി രൂപ വെട്ടിയിലാക്കി കൊടുത്തു. അതിന്റെ ഒരു കാര്യമല്ല. അതാണ് അതിനകത്ത് ആന്ധ്രാപ്രദേശിനെ കുറിച്ച് പറയാനുള്ളത്. അതിപ്പോ ആര് കയറിയാലും ഈ പൈസ അവർക്ക് കൊടുത്തേ വരും. കാരണം അവർക്ക് നിലവിൽ തലസ്ഥാനം അനിവാര്യമായ ഒരു ഘടകവുമാണ്. ഇനി അതിന്റെ പേരിൽ എന്തൊക്കെ സമരം ഇനി വരാൻ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. വലിയ വിഷയങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഈ വേറൊരു കാര്യം പുള്ളിക്കാരൻ പറയുന്നത്, ഞാൻ ഈ പുള്ളിക്കാരനായിട്ട് മൊത്തം ഫോക്കസ് ചെയ്യാം കേട്ടോ. കാരണം ഫോക്കസ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വാദങ്ങളൊക്കെ തന്നെയാണ് ഉന്നയിക്കുന്നത്. ഇപ്പൊ തന്നെ അത് പൊളിഞ്ഞടങ്ങിയില്ലേ? ഇപ്പൊ ബിജെപി പറഞ്ഞപ്പോ തന്നെ ബീഹാർ ബൈഫോർക്കറ്റ് ചെയ്തിട്ട് വാജ്പേയി ആണ് ഭരിച്ചിരുന്നത്. 2014 മോദി വന്നിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല? മോദി ചെയ്യുന്നുണ്ട്. മോദി അപ്പൊ തൊട്ടിപ്പോ വരെ 30,000 40,000 കോടിയുടെ പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. 11,500 കോടി രൂപ വെള്ളപ്പൊക്ക പ്രതിരോധത്തിന് കൊടുത്തപ്പോ പുള്ളിക്ക് ഇനി വാർത്ത അടിക്കാൻ പറ്റത്തില്ല. അവിടെ പാലം പൊളിയുന്നു എന്ന് പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ പാലം പൊളിയുന്നത്. അത് പൊളിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ തലയിൽ ഇനി കെട്ടിവെക്കാൻ പറ്റത്തില്ല. ഇപ്പൊ TDP 2014 പരിഗണിക്കാത്തത് കൊണ്ട് ഇറങ്ങിപ്പോയെന്നാ പറയുന്നത്. TDP പോയത് യഥാർത്ഥത്തിൽ ഈ അമരാവതി വിഷയം കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ വിജയട്ടാ? 2014 അമരാവതി വിഷയം അല്ല ഇത് വിഷയം അതല്ലേ. ഇപ്പൊ ഈ ശിരോമണി അകാലികളിൽ പോയപ്പോ എന്താ പറഞ്ഞത്? കർഷകർക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലേ അവര് പോയത്. ഇതല്ല, ഇതിനകത്ത് ഈ 2 വിഷയങ്ങളുണ്ട്. ഇപ്പൊ നമുക്കൊരു ഇന്റേണൽ ഒരു വിഷയം ഉണ്ടാകും അകമേ മുന്നണി സംവിധാനത്തിൽ. പുറമെ അവർ പറയുന്നൊരു വിഷയം ഉണ്ടാകും. കാരണം നമ്മളിപ്പോ ഒരു മുന്നണിക്കകത്ത് നിന്നിട്ട് ഈ മുന്നണിയിൽ നിന്ന് നമ്മൾ പോകുമ്പോഴത്തേനും ജനം ചോദിക്കത്തില്ല നിങ്ങൾ എന്തിനാ എനിക്ക്, അപ്പൊ പറയാൻ പറ്റുമോ എനിക്കൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറയാൻ പറ്റില്ല.
കാരണം നായിഡുവിനെ സംബന്ധിച്ച് 2014 മോദി ഒരു വലിയ പവറിലേക്ക് വന്നപ്പോൾ നായിഡുവിന് പഴയ റോള് കിട്ടിയില്ല. നായിഡു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു കിങ് മേക്കറാണ്. എല്ലാ മുന്നണി സംവിധാനത്തിലും ഒരു കിങ് മേക്കറാണ്. വാജ്പേയിയുടെ കാലത്ത് വാജ്പേയിയേക്കാൾ വലിയ പവർ ഈ ചന്ദ്രബാബു നായിഡുവിനാണ്. പുതിയ പുതിയ പാർട്ടികളെ സഖ്യത്തിലേക്ക് കൊണ്ടുവരുന്നു, പാർട്ടികളുമായി ചർച്ച നടത്തുന്നു. അങ്ങനെ 2014 മോദി വന്നപ്പോൾ ആ റോള് നായിഡുവിന് പോയി, നഷ്ടപ്പെട്ടു. അതാണ് നായിഡുവിന് നഷ്ടപ്പെട്ടു. അതാണ് നായിഡുവിന്റെ പ്രധാന പ്രശ്നം. കാരണം നായിഡു പറയുന്ന കാര്യങ്ങൾ മൈൻഡ് ചെയ്യാതെ, അപ്പൊ നായിഡു പ്രൊഫഷണൽ ജലസി ജലസി എന്ന് പറയാം. അപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതാണ് ഇവര് വിടാനുണ്ടായത് പ്രധാനപ്പെട്ട കാരണം. കാരണം നായിഡുവിനോടൊന്നും BJP പിന്നെ കാര്യങ്ങളൊന്നും ആലോചിക്കാതായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ തന്നെ അതാണ് ഇവരുടെ പ്രധാന പ്രശ്നം. പക്ഷെ ഇവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല, ഞങ്ങളെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ പോകുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു, ഇവർ പുറത്തേക്ക് വന്നപ്പോൾ കത്തുന്നൊരു വിഷയമാണ് അമരാവതി. അതെടുത്ത് പുറത്തു പറഞ്ഞു. ശിരോമണി അകാലിദളിന്റെ പ്രശ്നം എന്തായിരുന്നു? ഇപ്പോഴും ശിരോമണി അകാലിദൾ BJP വരാൻ ഇപ്പൊ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് സഹമന്ത്രി സ്ഥാനമാണ് മോദി കൊടുത്തത്, അവരുടെ ബാദലിന്റെ മകൾക്ക്. അത് പോരാ, അവർക്ക് പ്രധാനപ്പെട്ട കൃഷി വകുപ്പും വേണം, ക്യാബിനറ്റ് പദവിയും വേണം. അതിന്റെ പേരിലാണ് അവർ ഉടക്കിയത്. അങ്ങനെ നിന്നപ്പോഴാണ് ഈ കർഷക സമരം വരുന്നത്. ഉടനെ ശരി, ഞങ്ങൾ കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മുന്നണി വിടുന്നു എന്ന് പറഞ്ഞു. അതാണ് അതിന്റെ ഒരു കാര്യം. ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ എന്ന് പറഞ്ഞതുപോലെ മോദിയുമായിട്ട് ഉടക്കി പിരിയാൻ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങൾ. അത് വ്യാഖ്യാനിക്കാൻ ഇവിടെയുള്ള കുറെ മാധ്യമ പ്രവർത്തകർ. ഇപ്പൊ ഒന്നാമത് പുള്ളി പറയുന്നത് ഒഡീഷയ്ക്ക് വലിയ രീതിയിലുള്ള പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദം പ്ലസ് നന്ദി പ്രകാശന പാക്കേജ് ആണെന്നാണ് പറയുന്നത്. കാരണം ഒഡീഷയ്ക്ക് വലിയ പദ്ധതി കൊടുത്തിട്ടുള്ളത് മനോഹരമായ വിജയം ഒഡീഷയ്ക്ക് ബി ജെ പിക്ക് ഒഡീഷ മനോഹരമായിട്ടുള്ള വിജയം സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒഡീഷയ്ക്ക് ഒരു താങ്ക്സ് ഗിവിംഗ് പാക്കേജ് എന്ന രീതിയിൽ സമഗ്ര വികസന പാക്കേജ് പ്രഖ്യാപിച്ചതെന്നും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. മറുപടി ഇതൊന്നും അല്ല, മറ്റൊരു കാരണമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒഡീഷയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണ് എന്ന് എപ്പോഴും നമ്മൾ പറയുന്ന ഒരാളാണ് നവീൻ പട്നായിക്, അല്ലെ? ഭയങ്കര ഭരണമാണ് അവിടെ പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത ഭരണം. അപ്പോ അവിടെ എന്തൊക്കെയാണ് അവിടുത്തെ പോരായ്മകളെന്ന് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJP അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. രണ്ടും കൂടെ ഒന്നിച്ചതാണ്. അവർ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ ഗോത്ര പിന്നോക്ക വിഭാഗങ്ങളുടെ സംസ്ഥാനമാണ് ഒഡീഷ. ഗോത്രവർഗ മേഖല തന്നെ ഉണ്ട് അവിടെ, വലിയ മേഖലയാണ്. ഇവിടങ്ങളിലേക്കൊന്നും ഒരു വികസനവും എത്തിയിട്ടില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകള്. അതായത് പുറമെ നവീൻ പട്നായിക് എന്ന് പറയുന്ന ശാന്തനായ സൗമ്യനായ ഒരു നേതാവ് ആയിരുന്നത് കൊണ്ട് അതിലൊരു ഇച്ചിരി ഒരു വില്ലൻ നമ്മുടെ പിണറായിയെ പോലെ ഒരു ടീം ജനം അവിടെ വലിച്ചേറി ഒട്ടിച്ചാണ്. പക്ഷെ അങ്ങനെ അല്ലാത്തത് കൊണ്ട്, അങ്ങനെ ഒരു മുഖം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് അവിടെ എന്തുകൊണ്ട് ഒരിക്കലും പിന്നെ നവീൻ ദാദയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്തുകൊണ്ട് നവീൻ ദാദ തോറ്റു എന്ന് ചോദിച്ചാൽ ഇത്രയും നാളത്തെ 10-23 വർഷത്തെ ഭരണം കൊണ്ട് അതിനെ കുട്ടിച്ചോറാക്കി എടുത്തത് കൊണ്ടാണ്. BJP അവിടെ കയറി ഇപ്പോൾ ഒറീസയ്ക്ക് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, അവിടെ ഒരു വലിയ സംഭവമുണ്ട്. അതാണ് അവർ ആദ്യം തുടക്കം കുറിച്ചത്. അവിടെ രത്നഭണ്ഡാർ എന്ന് പറഞ്ഞിട്ട് പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം അടിച്ചു മാറ്റിയ ഒരു കേസുണ്ട്. ഭണ്ഡാരം നമ്മുടെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ ഉണ്ട്. അതിന്റെ കണക്കൊക്കെ എടുക്കാൻ പോകുന്നേ ഉള്ളൂ. അത് അതിനകത്ത് കള്ളത്താക്കോൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ആ താക്കോലും കാണുന്നില്ല അവിടെ. അപ്പം നമ്മുടെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം പോലത്തെ ഒരു ഭണ്ഡാരം, ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിലവറയുണ്ട്, വലിയ കോടിക്കണക്കിന് അമൂല്യ വജ്രങ്ങളും ഒക്കെ ഉള്ള, അതേപോലെ അതുൾപ്പെടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വലിയ ഒരു പിന്നാക്കാവസ്ഥയിൽ കിടക്കുന്ന ആ മേഖലയ്ക്ക് BJP അധികാരത്തിൽ ഇല്ലാതിരുന്ന കാലത്ത്, BJP ഇപ്പൊ കയറിയിട്ട് എത്ര വർഷം, 10 വർഷമല്ലേ ആവും, അവർക്ക് ഇല്ലാതിരുന്ന കാലത്ത് ഈ RSSന്റെ ഈ വനവാസി കല്യാൺ സംഘമൊക്കെ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തിയിരുന്ന മേഖല ഈ ഒഡീഷയാണ്. ഈ ഒഡീഷയിൽ വലിയ രീതിയിൽ മതപരിവർത്തനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതെന്തുകൊണ്ടാണ് മതപരിവർത്തനം നടക്കുന്നത്? വളരെ പിന്നാക്കാവസ്ഥയിലാണ് ഇവിടുത്തെ ഗോത്രവർഗങ്ങളുടെ ജീവിതവും ഒക്കെ. അപ്പൊ അന്നേ തൊട്ട് വർഷങ്ങൾക്ക് മുമ്പ്, അത് ഈ BJP അധികാരത്തിൽ വരുമോ എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഈ വനവാസി കല്യാൺ സംഘിന്റെ ഒക്കെ പ്രവർത്തനം വളരെ ശക്തമാക്കി അവിടെ ഒഡീഷ നടന്നിരുന്നു. അങ്ങനെയുള്ള ഒരു ഇടമാണ് ഒഡീഷ. ആ ഒഡീഷയിലേക്കാണ് ഇപ്പൊ എനിക്ക് സത്യത്തിൽ ആ ഒരു കേസിൽ ഒഡീഷയ്ക്ക് അത്രയും നൽകിയതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. അതിന് താങ്ക്സ് എന്നോ എന്ത് കുന്തം പറഞ്ഞാലും ആ പാവപ്പെട്ടവർക്ക് ഒരു കൈത്തിരിയാകാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു BJP അവിടെ ഒരുപാട് നല്ല കാര്യം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഈ ആദ്യമായിട്ടാണ് അവർക്കൊരു ഭരണം കിട്ടുന്നത്. അവര് ഈ നവീൻ പട്നായിക്കിന്റെ അഴിമതി തുറന്നു കാണിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. അതുകൊണ്ടാണല്ലോ അവര് അവിടെ അധികാരം പിടിച്ചത് നിയമസഭയിൽ. അദ്ദേഹത്തിന്റെ ഭരണം മികച്ചതായിരുന്നെങ്കിൽ അധികാരം പിടിക്കില്ലല്ലോ. അപ്പൊ അതിന് നന്ദിയല്ല, ശരിക്കും ആ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഡെവലപ്മെന്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. അതായത് അതിനകത്ത് 2-3 പ്രശ്നങ്ങളുണ്ട്. ഈ നവീൻ പട്നായിക്കിന് വലിയ രീതിയിൽ തന്നെ ഈ ഒഡീഷയെ നേരത്തെ മോദി സഹായിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇവരൊരു സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ NDAയുടെ ഭാഗം അല്ലെങ്കിൽ ഇവർ അടുത്ത ആളുകളാണ്.
പക്ഷെ ഈ നവീൻ ഉം. പട്നായിക്ക് അനാരോഗ്യം വന്നു. അപ്പോഴാണ് നമ്മുടെ ഈ പാണ്ഡ്യനൊക്കെ കൊണ്ടുവന്ന് പാർട്ടിയുടെ തലപ്പത്തേക്ക് ഇരുത്തിക്കൊണ്ട് ശരിക്കും അനാരോഗ്യം വന്നത് നമുക്ക് അറിയാൻ പറ്റും. അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങുകളൊക്കെ നമ്മുടെ വലിയ വലിയ റാലികളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നവീൻ പട്നായിക്ക് വലിയ രീതിയിൽ തന്നെ അനാരോഗ്യം ആയിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയിൽ ഇനിയിപ്പോ ആ പാർട്ടി തന്നെ മുമ്പോട്ട് പോകുന്ന അങ്ങനെ വന്നപ്പോഴാണ് അവിടെ ഈ മൊത്തം കുളവാക്കി. ഈ ഉദ്യോഗസ്ഥന്മാരാണ് അവിടുത്തെ ഭരണം നടത്തുന്ന മുഴുവൻ ഈ ഒടിയായ നവീൻ പട്നായിക്കിന്റെ കാലത്ത് അവര് തീരുമാനിക്കുക എന്ത് വേണം. നവീൻ പട്നായിക്ക് അതിന് വലിയ റോളൊന്നും ഇല്ലായിരുന്നു. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് മാത്രമായിട്ടായിരുന്നു അവസാന കാലം. അത് വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ശാരീരിക പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് ഒക്കെയാണ്. പല പല അസുഖങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട്. അതിപ്പോ ഓർമ്മക്കുറവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ഒരു ആധികാരികമായ അറിവൊന്നുമില്ല. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു കാരണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛനൊക്കെ നല്ല മുഖ്യമന്ത്രിമാരൊക്കെ തന്നെ ആയിരുന്നു, പക്ഷെ പോയി. അങ്ങനെ ആ ഒരു കുളമായി കിടന്ന സംസ്ഥാനമാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അത് ചെയ്യണം. കാരണം അതൊരു താങ്ക്സ് അല്ല. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പം BJP ഈ നിയമസഭയെ ജയിപ്പിച്ചിരിക്കുന്ന ജനം അടുത്ത തെരഞ്ഞെടുപ്പ് വലിച്ച് താഴെ ഇടും. കാരണം അവർ അത്രത്തോളം പൊറുതിമുട്ടിയിട്ടാണ് അവർക്ക് കാരണം അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് മോദിയേക്കാൾ മുകളിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് നവീൻ പട്നായിക്. ആ നവീൻ പട്നായിക്കിനെതിരെ അവർ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നിവൃത്തിയില്ലാതെ വന്നുകൊണ്ട് ചെയ്തതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കാരണം ഇപ്പോഴല്ല BJP അവിടെ ചെയ്യുന്നത്. കഴിഞ്ഞ ഈ ഒഡീഷ നവീൻ പട്നായിക്കും നമ്മുടെ ജഗൻമോഹൻ റെഡ്ഡി ഈ രണ്ടുപേരാണ് BJP സുപ്രധാന ബില്ലുകൾ പാസ്സാക്കാനായിട്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ സഹായിക്കുന്നത്. അതിന് പകരം അവർ നല്ല രീതിയിൽ തന്നെ കേന്ദ്ര പദ്ധതികൾ അവരുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. വലിയ പദ്ധതികൾ തന്നെ ഒഡീഷയ്ക്കും എന്തിനും നമ്മുടെ ഈ അടുത്ത കാലത്ത് ഈ തിരുവനന്തപുരത്ത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഈ വന്ദേ ഭാരതിന്റെ ഒരു ട്രെയിനിന്റെ ഉദ്ഘാടനവും മറ്റുമായിട്ട് നരേന്ദ്രമോദി വന്നു. ആ ദിവസം തന്നെ അതുപോലത്തെ 5 പദ്ധതികൾ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ഒഡീഷയിലെ അദ്ദേഹം നടത്തുകയുണ്ടായി. അത് പമ്പൻ പദ്ധതി കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ പുതിയതായിട്ട് ഒഡീഷയ്ക്ക് എന്തെങ്കിലും കൊടുത്തു ഞാൻ പറഞ്ഞില്ല. ഈ ബഡ്ജറ്റ് ഉടനീളം എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് പൈസയാണ്, എക്സ്റ്റൻഷൻ വർക്കിനുള്ള പൈസയാണ് പൊതുവെ കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു പുതുമയായിട്ട് തോന്നിയത് നേരത്തെ ധനുഷ് പറഞ്ഞ കണക്ക് ഈ 500 നാഷണൽ ഇന്റർനാഷണൽ സ്ഥാപനങ്ങൾ പിള്ളേരെ ഇന്റേൺഷിപ്പിന് കൊണ്ടുവരുന്നു. അവർക്ക് ആദ്യത്തെ 3 മാസം 5000 വെച്ച് ഗ്രാന്റ് കൊടുക്കുന്നു. ആദ്യത്തെ മാസം ഈ 5000 രൂപ കൂടാതെ ഒരു 6000 രൂപ കൂടെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവരെ എടുക്കുന്ന കമ്പനികൾക്ക് 3 വർഷത്തേക്കാണോ 3 മാസത്തേക്കാണോ എന്നറിയില്ല, PF അടയ്ക്കേണ്ട, നമ്മുടെ പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ടല്ലോ, അത് കേന്ദ്ര സർക്കാരിലേക്ക് അടയ്ക്കേണ്ട. അങ്ങനെയൊക്കെ ഉണ്ട് കുറെ. അതൊക്കെ ഒരു പുതുമയാണ് എന്ന് നമ്മൾ പറയാം. അല്ലാതെ ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തതിനകത്തൊന്നും ഒരു പുതുമയില്ല. ഇതിന്റെ ഗുണം കേരളത്തിനും കിട്ടും എന്നുള്ളതാണ്. കാരണം ഈ നാരീശക്തിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുക കേരളത്തിലും പെണ്ണുങ്ങളല്ലേ, സ്ത്രീകളല്ലേ ഉള്ളത്, കേരളത്തിലും വിദ്യാർത്ഥികളല്ലേ ഉള്ളത്, കേരളത്തിലും യുവാക്കളല്ലേ ഉള്ളത്. ഇത് കേരളത്തിനുള്ളിൽ കിട്ടുന്നത്. ഈ മുദ്രാ ലോൺ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് ഏത് സംസ്ഥാനത്തുള്ളവരാണെന്ന് അറിയാമോ? കേരളത്തിലുള്ളവരാണ്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ട് കേരളത്തിൽ 1.25 കോടി ആൾക്കാരുണ്ട്. ഏതെങ്കിലും ഒരു പദ്ധതി, ആയുഷ്മാൻ ഭാരത് ആയാലും 201 പദ്ധതികളുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒന്നിൽ അംഗങ്ങളായിട്ടുള്ള 1.25 കോടി പേര് കേരളത്തിലുണ്ട്, ഇല്ലേ? അപ്പൊ ഈ പദ്ധതികൾ എല്ലാ സംസ്ഥാനത്തും തമിഴ്നാട്ടിൽ കിട്ടും, കേരളത്തിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അല്ല കേരളത്തിനായിട്ട് പ്രത്യേക പദ്ധതി എന്നൊന്നുമില്ല. അത് തന്നെയല്ല, കേരളം എന്ത് പ്രപ്പോസലാണ് ഈ ബഡ്ജറ്റിന് മുമ്പ് കൊടുത്തത്? വിഴിഞ്ഞം പദ്ധതിയുടെ എക്സ്റ്റൻഷൻ പറഞ്ഞിട്ടാണ് കൊടുത്തത്. വിഴിഞ്ഞം പദ്ധതി തന്നെ ഉദ്ഘാടനം ചെയ്ത് അതിന്റെ എക്സ്റ്റൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് അവർ കൊടുത്തത് ഏതാണ്? സിൽവർ ലൈൻ ആണ്. സിൽവർ ലൈൻ നടക്കാത്തൊരു പദ്ധതിയാണ് സിൽവർ ലൈൻ എന്നുള്ള കാര്യം അവർക്കും അറിയാം, എല്ലാവർക്കും. ആ പദ്ധതിയുടെ പ്രപ്പോസൽ രണ്ടും തള്ളിക്കളഞ്ഞു. പിന്നെ അവർ മൂന്നാമത് കൊടുത്ത പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സുപ്രീം കോടതിയിൽ നിന്ന് കണ്ടം വഴി ഓടിച്ചൊരു കേസ് ഉണ്ടായിരുന്നു, കിട്ടാനുള്ള പൈസയുടെ കണക്കും പറഞ്ഞു. അങ്ങനെ കുറെ പൊട്ട കണക്കും കൊണ്ട് കൊടുത്തു. ഈ 3 എണ്ണത്തിൽ അവർ മൈൻഡ് ചെയ്തില്ല. പിന്നെ എയിംസ് ഓൾറെഡി എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയതാണ്. കേരളത്തിൽ നിന്ന് ഈ അടുത്ത സമയത്താണ് സംസ്ഥാന സർക്കാർ എയിംസിനെ തത്വത്തിൽ അംഗീകരിച്ചത് തന്നെ. ഇവർ കൊടുത്തൊരു സ്ഥലം വെച്ചാൽ ഈ കോഴിക്കോട് ഒരു 150 ഏക്കർ സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അന്നേ എല്ലാവരും പറഞ്ഞു ഈ 150 ഏക്കറിനകത്ത് ഈ സാധനം വരത്തില്ല എന്ന് പറയുകയും. അതായത് തട്ടിക്കൂട്ട് ഓണം സ്ഥലത്തിന്റെ അല്ല ഇത് വരുന്നതിന്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് വലിയൊരു ഏക്കർ സ്ഥലം വേണം, 300 350 ഏക്കറിനടുത്ത് സ്ഥലം വേണം. അപ്പോൾ ഇത് കൊണ്ട് കൊടുത്തിട്ട് ഇതിനകത്ത്, കാരണം ഇപ്പൊ ഒരു എയിംസ് പ്രഖ്യാപിച്ചാലല്ലേ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് നീക്കി വെക്കാൻ പറ്റുള്ളൂ. ഇത് ശൂന്യതയിലുള്ളൊരു സ്ഥലവും ശൂന്യതയിലുള്ളൊരു പ്ലാനും. ശൂന്യതയിലുള്ളതാണെങ്കിൽ നമ്മൾ ശൂന്യത തന്നെ ഇരുന്നത് കണക്കൂട്ടേണ്ടി വരും എവിടെയാണെന്ന്. കേരള സ്ഥലമില്ലാഞ്ഞിട്ടല്ല, ഒരുപാട് സ്ഥലങ്ങൾ ഇതിന് അനുയോജ്യമായിട്ടുണ്ട്. പക്ഷെ അത് കൊടുക്കുന്നത്. ഇപ്പൊ റെയിൽവേയുടെ വികസനത്തിന് എന്താ സംഭവിക്കുന്നത്? ഈ തീരദേശ പാതയുണ്ട് തിരുവനന്തപുരം വരെ നീണ്ടു കിടക്കുന്നത്. അതിന് ഡബിളിങ്ങിന്റെ പണി നടന്നിട്ട് നിന്നിരിക്കുകയാണ്. ഇപ്പൊ നിർത്തി വെച്ചിരിക്കുക ഡബിളിങ്ങിന്റെ പണി. സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ല. ഇത് നമ്മൾ എന്താ ഇതിന് പറയുന്നത്? അതിലൊന്നും ഒരു കഥയൊന്നുമില്ല. ഈ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യം, ബാലഗോപാലൻ
ബാലഗോപാലൻ ചുമ്മാ കിടന്ന് നിലവിളിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉണ്ണി ബാലകൃഷ്ണനും ഇത്തരത്തിൽ യാതൊരുവിധ ഫാക്ട്സും ഇല്ലാത്ത ഈ ഒഡീഷയിലേക്ക് കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ പൂരി ജഗന്നാഥ ക്ഷേത്രം വരെ കള്ളത്താക്കോലുണ്ടാക്കി തുറന്ന ഒരു സർക്കാരിനെ അവിടെയുള്ള ജനങ്ങൾ പുറത്തിറക്കിയപ്പോ ആ ജനങ്ങളെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. കാരണം ഒഡീഷ എന്ന് പറയുന്ന ബിജേട്ടൻ പറയുന്നത് പോലെ വളരെ ദരിദ്രമായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മുടെ പശ്ചിമ ബംഗാളിനെയൊക്കെ വേണമെങ്കിൽ ഉപമിക്കാവുന്ന ഒരു സംസ്ഥാനമാണ് അത്. പിന്നെ അത് മാത്രമല്ല 2014 ആന്ധ്രയുടെ കണക്ക് ആന്ധ്രയ്ക്ക് കൊടുക്കുന്നു, അതൊക്കെ കൊടുക്കാനുള്ളത് തന്നെയാണ്. ബീഹാറിലെ സംഭവം ബീഹാറിൽ കൊടുക്കുന്നുണ്ട്, ഇയാൾ കാണാത്തത് കൊണ്ട് എന്ത് ചെയ്യാനാണ് എന്ന് മാത്രമേ അതല്ല ഈ ഇല്ലേ കാര്യത്തില് ഞാൻ പറയാനുള്ളൂ. പറഞ്ഞിട്ടില്ലേ, ധനുഷ സിമ്പിൾ ആണ്. ഇപ്പം ആരും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഗൂഗിളിൽ എടുത്തിട്ട് 2019 തൊട്ട് 2024 വരെ മോദിയുടെ വിസിറ്റ് ഒഡീഷ എന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ ബിഗ് സെൻട്രൽ ഗവൺമെന്റ് പ്രൊജക്ടിന് ഒഡീഷ എന്ന് കൊടുത്താൽ മാത്രം മതി. എത്ര വികസന പ്രവർത്തനങ്ങളുടെ എത്ര കോടി രൂപയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്ന കാലഘട്ടമാണിത്. നമുക്ക് കള്ളം പറയേണ്ട കാര്യം, ഞാനും ധനുഷ് ഇരുന്നുണ്ട്, അത് കള്ളം എന്തെങ്കിലും ഒരു കള്ളത്തരം വന്നിട്ട് കാര്യമുണ്ടോ? 1 മിനിറ്റ് മതി അതെ മൊബൈലിൽ എടുത്ത് അടിച്ചു നോക്കി കഴിഞ്ഞാൽ അപ്പൊ കിട്ടും കാര്യം. പിന്നെന്താ, ഞാൻ നേരത്തെ പറഞ്ഞേക്കാണ്, ഒരു കള്ളം 10 പേര് ഒരുമിച്ച് പറയുമ്പോൾ സ്വാഭാവികമായി കേൾക്കുന്നവന് സത്യമാണോ എന്നൊരു തോന്നല് വരും. അതാണ് ഇത്. അല്ലാതെ അത് അത് കഥയൊന്നുമില്ല. മാത്രമാണ് കാരണം നമ്മുടെ ഈ കൊടുത്ത കേരളത്തിലെ അത് മാത്രമാണ് നമ്മുടെ കേരളത്തിലെ പ്രവചന സിംഹമായിട്ടുള്ള പോൾ നീരാളി ഉദ്ദേശിച്ചിരിക്കുന്നത്. പുള്ളിയെ പ്രവചന സിംഹം എന്ന് വിളിക്കാനുള്ള കാരണം എന്താ പറയുക, സുരേഷ് ഗോപി കേരളത്തിൽ തോറ്റു പോകുന്ന പുള്ളിയുടെ ഒരു ഗംഭീര പ്രവചനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിന്റെ സ്വന്തം പോൾ നീരാളിയായിട്ട് പുള്ളിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ പ്രവചന സിംഹമാണ്. റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് പുള്ളിക്ക് പ്രവചന സിംഹം എന്ന് പറഞ്ഞ ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ഉണ്ണി ബാലകൃഷ്ണന്റെ നിലവിളി തുടരട്ടെ. നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റ് അടുത്ത തവണ വരുമ്പോഴും ഈ ബഡ്ജറ്റിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും, അതായത് തുടർച്ചയായിരിക്കും അടുത്ത ബഡ്ജറ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഗംഭീര ചർച്ചയായിരുന്നു, ഞാൻ നല്ലപോലെ ആസ്വദിച്ചു. താങ്ക് യു വിജയൻ. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.